ഡുവൽ അക്കാഡമി ട്യൂട്ടോറിയൽ ഫോർ നഴ്സസിൻ്റെ പുതിയ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് വാട്ടർ ബാലൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ്, അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് ബോഡിയിൽ ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് പഠിച്ചത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വാട്ടർ കറക്റ്റ് എമൗണ്ടിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, ആ മെക്കാനിസമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർമൽ ഫ്ലൂയിഡ് ബാലൻസ് ആണ്. എന്താണ് നോർമൽ ഫ്ലൂയിഡ് ബാലൻസ് പറയുന്നത്? അതായത് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും പോകുന്ന വാട്ടറിന്റെ അളവ് തമ്മിലുള്ള കണക്കാണ് നോർമൽ ഫ്ലൂയിഡ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ശരീരത്തിന്റെ ഇൻടേക്ക് ഒന്ന് നോക്കാം. ഇപ്പൊ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിനകത്ത് വെള്ളം അല്ലെങ്കിൽ പിന്നെ വാട്ടർ മൂവ് ചെയ്യുന്നത്. സോ എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലൂയിഡ്, നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെ, ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1200 ml ആണ്, അതായത് 1200 ml. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡുണ്ട്, ഫുഡിലൂടെ വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതിന് അറൗണ്ട് ഒരു 1000 ml നമ്മൾ ഫുഡിലൂടെ നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല മെറ്റബോളിസത്തിന്റെയും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ബോഡിക്കകത്ത് തന്നെ പിന്നെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അറൗണ്ട് ഒരു 300 ml ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം മൊത്തത്തിലായിട്ട് കിട്ടുന്ന ഫ്ലൂയിഡ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 2500 ml ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ ഔട്ട്പുട്ടിലേക്ക് നോക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസെൻസിബിൾ ലോസ് ആണ്. ഇൻസെൻസിബിൾ ലോസ് എന്താണ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇൻസെൻസിബിൾ ലോസ് വഴി 900 ml ആണ്, അതായത് 900 ml ആണ് ഇൻസെൻസിബിൾ ലോസ് വഴി നമുക്ക് വാട്ടർ നഷ്ടമാകുന്നത്. അതുപോലെ നമ്മുടെ ഫീക്കൽ മാറ്ററിലൂടെ നമുക്ക് വാട്ടർ കണ്ടന്റ് നഷ്ടമാകുന്നുണ്ട്, അറൗണ്ട് ഒരു 100 ml അങ്ങനെ നഷ്ടമാകുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഒരു വാട്ടർ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിനാണ്. നമ്മൾ ഒരു ദിവസം ഒഴിക്കുന്ന യൂറിന്റെ അളവ് എന്ന് പറയുന്നത് അറൗണ്ട് 1.5 ലിറ്റർ അല്ലെങ്കിൽ 1500 ml ആണ്. അപ്പൊ നോക്കുക, അതിന്റെയും ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2500 ml ആണ് അല്ലെ. അപ്പൊ നോക്കാൻ ഇന്ത്യക്കും ഔട്ട്പുട്ടും എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണ്. ഇതിന് ഭയങ്കരമായിട്ട് ഒരു ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില ഡിസീസ് കണ്ടീഷനിലൊക്കെ ക്ലിനിക്കലി നമ്മൾ IO ചാർട്ട്, ഇന്ത്യക്ക് ഔട്ട്പുട്ട് ചാർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത ഞാൻ പറഞ്ഞ നേരത്തെ ടൈമാണ് ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടർ. ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഇൻവിസിബിൾ വേപ്പറൈസേഷൻ. ഇൻവിസിബിൾ വേപ്പറൈസേഷൻ ആണ് എന്ത്? ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റത്തില്ല. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും വാട്ടർ പുറത്തേക്ക് പോകുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ടൈപ്പ് ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെൻസിബിൾ ലോസ് എന്ന് പറയുന്നത്. അത് ഇൻവിസിബിൾ വേപ്പറൈസേഷൻ ആയിട്ടാണ് ഈ വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നത്. അത് ഏതൊക്കെ ഓർഗൻ വഴിയാണ് മെയിൻ ആയിട്ട് പോകുന്നത്? ഒന്ന് നമ്മുടെ ലങ്സ് അല്ലെ, ലങ്സ് വഴി പോകും. രണ്ടാമത് നമ്മുടെ സ്കിന്ന് വഴി, നമ്മുടെ എന്താ പറയുന്നത് സ്വെറ്റ്, സ്കിന്നിൽ സെറ്റ് വഴി നമുക്ക് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ലങ്സിൽ നമ്മൾ എന്താണ് പേസ്പിറേഷൻ എന്ന് പറയും. പേസ്പിറേഷൻ ഇനി എത്രയാണ് നമ്മുടെ ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടറിന്റെ നോർമൽ എമൗണ്ട്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നോർമൽ ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടർ എന്ന് എമൗണ്ട് ചോദിക്കാറുണ്ട്. സോ എത്രയാണ്? 600 to 900 ml per day ആണ്. അതായത് നമ്മുടെ പെർസ്പിറേഷനും നമ്മുടെ സ്വെറ്റ് വഴിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഇൻസെൻസിബിൾ ലോസ് ഓഫ് വാട്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇനി നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാണ്. റെഗുലേഷൻ ഓഫ് ബോഡി വാട്ടർ ബാലൻസ്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന് കുറെ ഓർഗൻസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു റെഗുലേഷൻ മെക്കാനിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈപ്പോതലാമസ്, രണ്ടാമത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തേർഡ് വൺ കിഡ്നി, ഫോർത്ത് വൺ അഡ്രീനൽ ഗ്ലാൻഡ്, അഞ്ചാമത്തെ ഹാർട്ട്, ആറാമത്തെ GI ട്രാക്ട് ആൻഡ് ലാസ്റ്റ് വൺ ഇൻസെൻസിബിൾ വാട്ടർ ലോസ്. നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്ക് ലങ്ങും സ്കിന്നും എന്നത്. അപ്പൊ ഇത്രയും ഓർഗൻസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് എന്ത് പറയുന്നത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് കാണാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എങ്ങനെയാണ് നമ്മുടെ വാട്ടർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നതാണ് നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, തേഴ്സ്റ്റ് സെന്റർ.
നമ്മുടെ ശരീരത്തിൽ ദാഹം അല്ലേ, നമുക്ക് ദാഹിക്കും, നമ്മൾ വെള്ളം കുടിക്കാൻ ദാഹിക്കാറുണ്ട് അല്ലേ. ഈ ദാഹത്തിനെ കൺട്രോൾ ചെയ്യുന്ന സെന്ററാണ് ഏത്? ഹൈപ്പോതലാമസ്. അപ്പോൾ നമുക്ക് തീർച്ചയായും നമുക്കറിയാം, നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ എമൗണ്ട് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? വല്ലാതെ ദാഹിക്കും, വെള്ളം കുടിക്കാൻ തോന്നും. അത് ആരാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ്. എങ്ങനെയാണ് ഈ തേഴ്സ്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ കണ്ടന്റ്, ഫ്ലൂയിഡ് ഓർ വാട്ടറിന്റെ കണ്ടന്റ് കുറയുന്ന സമയത്ത് ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസെപ്റ്റേഴ്സ്, ഏത് റിസെപ്റ്റേഴ്സാണ്? ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഇൻഡ്യൂസ് തേഴ്സ്റ്റ്, നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നും. അങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കുകയും ആ ഫ്ലൂയിഡ് എമൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ വേറൊരു ഗ്ലാൻഡിനെയും ഇത് ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നത്? ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് നമ്മൾ അടുത്ത പഠിക്കും എങ്ങനെയാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ബേസിക്കലി ആക്ടിവേറ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ ഹൈപ്പോതലാമസ് തന്നെയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ നെക്സ്റ്റ് ഇസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എങ്ങനെയാണ് വാട്ടർ ബാലൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ രണ്ട് പാർട്ടുകൾ, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഒരു മെയിൻ ഹോർമോൺ ആണ് ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയും. എന്താണ് പറയുന്നത്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ, അല്ലെങ്കിൽ വേറൊരു പേര് പറയും, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വാസോപ്രസിൻ. രണ്ടും ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഇതിന്റെ ആക്ഷൻ എന്താണ്? അപ്പം പിന്നെ നമ്മുടെ അല്ലെങ്കിൽ വാട്ടറിന്റെ അളവ് കുറയുന്ന സമയത്ത് ഹൈപ്പോതലാമസ് വഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവുന്ന വഴി എന്തുണ്ടാവും? ADH ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും, ആന്റി ഡയൂററ്റിക്. അതെന്ത് ചെയ്യും? കിഡ്നിയിൽ ചെന്നിട്ട് കിഡ്നിയിലെ നെഫ്രോണിന്റെ പാർട്ടായ റീനൽ ട്യൂബ്യൂൾസ്, അതായത് നമ്മുടെ DCT നമ്മുടെ കളക്ടിങ് ടെക്നിക്, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? വാട്ടറിനെ കൂടുതലായിട്ട് റീഅബ്സോർവ് ചെയ്യും. യൂറിനിൽ നിന്ന് വാട്ടറിനെ കൂടുതലായിട്ട് റീഅബ്സോർവ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ശരീരത്തിൽ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയാണ് പിറ്റ്യൂട്ടറിയുടെ നമ്മുടെ വാട്ടർ ബാലൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കിഡ്നി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബൈ അഡ്ജസ്റ്റിംഗ് ദ യൂറിൻ വോളിയം ആൻഡ് പ്രൊഡ്യൂസിങ് റെനിൻ. കിഡ്നി എങ്ങനെയാണ് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ദ യൂറിൻ വോളിയം. കാരണം നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ പിന്നെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ് അല്ലെ, യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കിഡ്നിയിൽ, ദാറ്റ് ഈസ് റെനിൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇൻക്രീസ് ഫ്ലൂയിഡ് ബോഡി ആണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫ്ലൂയിഡ് പിന്നെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യും? കിഡ്നി എന്ത് ചെയ്യും? കൂടുതൽ പിന്നെ വോളിയം വാട്ടർ യൂറിനിലൂടെ പുറത്തേക്ക് തള്ളും. അപ്പം ആ യൂറിന്റെ നാച്ചുറൽ എന്തായിരിക്കും? ഡൈല്യൂട്ടഡ് യൂറിൻ ആയിരിക്കും ആൻഡ് ഇൻക്രീസ് എമൗണ്ട് ആയിരിക്കും. യൂറിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നതായിരിക്കും ഡൈല്യൂട്ടഡ് യൂറിൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് വോളിയം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡീഹൈഡ്രേഷൻ പോലുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അപ്പം കിഡ്നി എന്ത് ചെയ്യും? യൂറിന്റെ എമൗണ്ട് കുറയ്ക്കും. ഡിക്രീസ് എമൗണ്ട് ഓഫ് യൂറിൻ ആയിരിക്കും. ആ യൂറിന്റെ നാച്ചർ എങ്ങനെയായിരിക്കും? കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ്? അവിടെ ഒരു മെക്കാനിസം നമുക്ക് പഠിക്കാനുണ്ട്, റാസ് മെക്കാനിസം. ദാറ്റ് ഈസ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം മെക്കാനിസം. ഇതാണ് റാസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ അത് പറയുന്നില്ല. കാരണം ഇത് നമുക്ക് അടുത്ത കാർഡിയോളജി ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ BP റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ മെക്കാനിസത്തിലാണ്. ഈ റെനിനും പിന്നെ അതുപോലെ തന്നെ യൂറിൻ വോളിയം അഡ്ജസ്റ്റ് ചെയ്താണ് കിഡ്നി നമ്മുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത അഡ്രീനൽ ഗ്ലാൻഡ്. ഇവിടെ ഇതും നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നമ്മളെ എൻഡോക്രൈനോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്രീനൽ കോർട്ടെക്സിന്റെ മിനറാറൽ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഹോർമോൺ വഴിയാണ്. അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ടുണ്ട്, കോർട്ടെക്സും ഉണ്ട്, മിഡിലുണ്ട്. അപ്പോൾ ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ മെയിൻ ഹോർമോൺസ് ആണ് ഏതൊക്കെ? മിനറാല കോർട്ടിക്കോയിഡ്സും ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സും. അതിനകത്ത് മിനറാല കോർട്ടിക്കോയിഡ്സ് കോമൺ എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച റാസ് മെക്കാനിസത്തിൽ ഇത് വരുന്നുണ്ട്, ആൽഡോസ്റ്റിറോൺ വരുന്നുണ്ട്. ഈ ആൽഡോസ്റ്റിറോൺ ആണ് നമ്മുടെ വാട്ടർ ബാലൻസിനെ സഹായിക്കുന്നത്. എങ്ങനെയാണ് വാട്ടർ ബാലൻസ്? ഇത് ആൽഡോസ്റ്റിറോൺ ഓൾസോ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രോം റീനൽ
ട്യൂബ്യൂൾസ്. ഇതും എന്താ ADHന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതും എന്ത് ചെയ്യും, നമ്മുടെ നെഫ്രോണിന്റെ റീനൽ ട്യൂബ്യൂൾസിൽ പോയിട്ട് അവിടെ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് വൺ ഹാർട്ട്. ഹാർട്ട് നമുക്കൊരു സംശയമാണ്, ഹാർട്ട് നമ്മുടെ വാട്ടർ ബാലൻസ് എന്തെങ്കിലും പങ്കുണ്ട്? തീർച്ചയായും പങ്കുണ്ട്. എങ്ങനെയാണ് ഹാർട്ട് മെയിനായിട്ട് വാട്ടർ ബാലൻസ് ചെയ്യുന്നത്? ഹാർട്ട് മെയിനായിട്ട് വാട്ടർ ബാലൻസ് ചെയ്യുന്നത്, ഹാർട്ട് ഒരിക്കലും പിന്നെ വാട്ടർ ബാലൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഹാർട്ട് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ് വോളിയം എക്സസ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വോളിയം ഉള്ള സമയത്താണ് ഹാർട്ടിന്റെ ഒരു ആക്ഷൻ മെയിനായിട്ട് വരുന്നത്. എങ്ങനെയാണ്? ബൈ പ്രൊഡ്യൂസിങ് ANP ആൻഡ് BNP. എന്താണ് ANP എന്ന് പറയുന്നത്? ANP എന്ന് പറഞ്ഞാൽ ആട്രിയോ natriuretic peptide. അതുപോലെ BNP എന്ന് പറഞ്ഞാൽ ബി ടൈപ്പ് അല്ലെങ്കിൽ ബ്രെയിൻ ടൈപ്പ് എന്നും പറയും. natriuretic peptide. എന്താണ് natriuretic peptide? ബി ടൈപ്പ് natriuretic peptide എന്ന് പറഞ്ഞാൽ ദീസ് ആർ ടു ഹോർമോൺസ്. ഇതെന്താണ്? രണ്ട് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കാർഡിയോമയോസൈറ്റ്സ്. കാർഡിയാക് സെൽസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ANP, BNP. ഇതാണ് നമ്മുടെ വാട്ടർ ബാലൻസിനെ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് നോക്കുക, ഇവിടെ നോക്കുക, നമ്മുടെ ഇൻക്രീസ് ഫ്ലൂയിഡ് വോളിയം, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് വോളിയം കൂടുതലാണെങ്കിൽ അത് എന്തിന് കാരണമാവും? ആർട്രിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അവിടെ അതായത് ഫ്ലൂയിഡ് വോളിയം കൂടുന്നതനുസരിച്ച് ആർട്രിയത്തിലേക്ക് എത്തുന്ന ബ്ലഡിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്തെയും ആർട്രിയൽ പ്രഷർ കൂടും. ദാറ്റ് വിൽ കോസ് സ്ട്രെച്ചിങ് ഓഫ് ആർട്രിയൽ വാൾ. ആർട്രിയൽ വാൾ എന്തെയും കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പം ആ സ്ട്രെച്ചിങ് കാരണം എന്തെയും ആ ആർട്രിയൽ മയോ സെൽസ് അല്ലെങ്കിൽ കാർഡിയാക് സെൽസിൽ കാർഡിയാക് സെൽസിൽ നിന്ന് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ANPയും BNPയും പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ സപ്രസ് ദ ആക്ഷൻ ഓഫ് റെനിൻ, ADH ആൻഡ് ആൽഡോസ്റ്റിറോൺ. അതായത് ദാറ്റ് വിൽ സപ്രസ് ദ ആക്ഷൻ ഓഫ് റെനിൻ, ADH ആൻഡ് ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ഈ തുടങ്ങിയ റെനിൻ, ADH, ആൽഡോസ്റ്റിറോൺ തുടങ്ങിയ ഹോർമോൺസിന്റെ എല്ലാം ആക്ഷൻ ആര് സപ്രസ് ചെയ്യും? ഹാർട്ടിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ANP, BNP പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം എന്ത് ചെയ്യില്ല, അല്ല കൂടുതൽ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. സോ ഇതൊരു ഹൈപ്പർ വോളീമിക് കണ്ടീഷനിലൊക്കെയാണ് ഹാർട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് GI ട്രാക്ട്. GI ട്രാക്ട് നമുക്കറിയാം എങ്ങനെയൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് GI ട്രാക്ട് നമ്മുടെ വാട്ടർ ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ദ ഓറൽ ഇൻടേക്ക് അല്ലേ. നമ്മൾ മെയിനായിട്ട് കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ GI ട്രാക്റ്റിലുണ്ട്. ഓറൽ ഇൻടേക്ക് വഴി നമ്മൾ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്രീഷൻ ഓഫ് GI ഫ്ലൂയിഡ്. സെക്രീഷൻ ഓഫ് GI ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഓറലായിട്ട് ഇപ്പോൾ സലൈവറി ജ്യൂസ് ഉണ്ട്, അതുപോലെ നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പല ഡൈജസ്റ്റീവ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ GI ട്രാക്റ്റിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് GI ട്രാക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോളിയമാണ്, അതായത് 8 ലിറ്റർ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? GI ട്രാക്ട് ഒരു ദിവസം ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ GI ട്രാക്റ്റിലേക്ക് തന്നെ റീഅബ്സോർവ് ചെയ്യുകയാണ്. ആൻഡ് ഫ്ലൂയിഡ് എലിമിനേഷൻ ബൈ ഫീക്കൽ മാറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചു ഫ്ലൂയിഡ് എലിമിനേഷൻ ബൈ ഫീക്കൽ മാറ്റർ. അതിലൂടെയും നമുക്ക് വാട്ടർ, അപ്പം ഈ രണ്ട് രീതിയിലും വാട്ടർ ഇൻടേക്കിനും സഹായിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഈ ഫീക്കൽ മാറ്ററിലൂടെ എന്താ എലിമിനേഷനെയും സഹായിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻസെൻസിബിൾ വാട്ടർ ലോസ്. ഇൻസെൻസിബിൾ വാട്ടർ ലോസ് നമ്മൾ പഠിച്ചു ത്രൂ സ്കിൻ ആൻഡ് ലെങ്ങിലൂടെയും സ്കിന്നിലൂടെയും നമ്മൾ അറിയാതെ തന്നെ വാട്ടർ കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അറൌണ്ട് 600 to 900 ml per day ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസെൻസിബിൾ വാട്ടർ ലോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് വാട്ടർ ബാലൻസ്. പക്ഷെ 2-3 ക്വസ്റ്റ്യൻസ് സ്ഥിരം ഇതിൽ ചോദിക്കാറുണ്ട്. ഇതിന്റെ കൂടെ നമുക്കൊരു മെക്കാനിസം പഠിക്കാനും ഞാൻ ഓൾറെഡി പറഞ്ഞത് രാസ് മെക്കാനിസം പഠിക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല, കാരണം അത് നമുക്ക് കാർഡിയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ അടുത്ത ക്ലാസ് ഇപ്പൊ ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ബേസിക് ഫിസിയോളജി, അതായത് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ബേസിക് ഫിസിയോളജി നമ്മൾ കഴിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ഇതിന്റെ ഇംബാലൻസസ് ആണ് പഠിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ക്ലിനിക്കൽ കണ്ടീഷൻസ് ആണ്. പല ഡിസീസിലും ഇതെല്ലാം ഉണ്ടാവും.
അതുപോലെ തന്നെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻറ്റ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോഡിയം ഇംബാലൻസ്, പൊട്ടാസ്യം ഇംബാലൻസ്, കാൽസ്യം ഇംബാലൻസ്, പിന്നെ അതുപോലെ തന്നെ ആസിഡ് ബേസ് ഇംബാലൻസുകളുണ്ട്, പിന്നെ റെസ്പിറേറ്ററി അസിഡോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, അങ്ങനെയുള്ള ആസിഡ് ബേസ് ബാലൻസ്, അതെല്ലാം ഇനി നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.